മമ്മൂട്ടിയുടെ അഭിനയം, ഗൗതം മേനോൻ്റെ അഭിനയം. നമ്മൾ ഗൗതം മേനോൻ തീരെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഗൗതം മേനോൻ തമിഴിലെ സംവിധായകനാണ്, നിർമ്മാതാവാണ്, നടനാണ്. ഇതിൽ ഗൗതം മേനോൻ അസലായിട്ട് ചെയ്തിട്ടുണ്ട്. അസലായിട്ട് ഗൗതം മേനോൻ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പൊക്കെ ഈ സിനിമയിലെ വില്ലൻ ആരാണ് ഞങ്ങൾക്കറിയാമായിരുന്നു. അത് കുറച്ച് സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചൊരു ചെറുപ്പക്കാരൻ. സസ്പെൻസ് പൊളിക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്ത് വിട്ടില്ല. എന്നാലും സംശയം ഉണ്ടായിരുന്നു, കാരണം ആരും പ്രത്യേകിച്ചും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഹക്കീം ഷാ എന്ന് ഞങ്ങളുടെ ലിസ്റ്റിൽ ഞങ്ങൾ എടുക്കാൻ പോയിട്ടുള്ളത്. ഹക്കീം ഷായുടെ പേര് എങ്ങനെ കിട്ടി, ആര് തന്നു എന്ന് ഞങ്ങളിപ്പോൾ പറയില്ല, കാരണം അത് എൻ്റേതായിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്, അവിടുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഹക്കീം ഷാ അപാരമായിട്ട് അഭിനയിച്ചെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹക്കീം ഷായാണോ വില്ലൻ? വില്ലനാണെന്ന് ഒരിക്കലും നമുക്ക് തോന്നില്ല. മമ്മൂട്ടിയോടൊപ്പമുള്ള, അതായത് ഒരു യാത്രയിൽ കൂടി വന്ന് ക്ലൈമാക്സിലെത്തുന്ന അതിമനോഹരമായിട്ടാണ് ഹക്കീം ഷാ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ആരാ? നമ്മുടെ ബാബു ആൻ്റണി. ബാബു ആൻ്റണിക്ക് വലിയ റോളൊന്നുമില്ല, പക്ഷേ ബാബു ആൻ്റണി ഉള്ളത് കിടുക്കാച്ചി എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ളത് നമ്മൾ കിടുക്കാച്ചി. പിന്നെ ഐശ്വര്യ മേനോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേര്, അധികം കഥാപാത്രങ്ങളില്ല, പക്ഷേ ഈ കുറേ കഥാപാത്രങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ കുറേ സംഭവങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് അതിന് ജീവനുണ്ടാക്കി അങ്ങനെയുള്ള ഒരു സിനിമ ഇന്ന് കണ്ടു. അതൊരു നല്ല സിനിമയാണ്, ഒരിക്കൽ കൂടി കാണാൻ പ്രേരിപ്പിക്കുന്ന സിനിമയാണ്. അതെനിക്ക് മനസ്സിന് നല്ല സന്തോഷമുണ്ട്. ആ സന്തോഷം ഈ ചെറുപ്പക്കാരൻ ഡിനോ ഡെന്നീസിന് ഇനിയും കൂടുതൽ സിനിമകൾ കിട്ടും. ധൈര്യപൂർവ്വം നമുക്ക് ആരോടും പറയാം, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ സിനിമ ബസൂക്ക ഉണ്ടെന്ന് കണ്ടു നോക്ക്, കണ്ടിട്ട് നിങ്ങൾക്ക് അടുത്ത പടത്തിൽ ഡേറ്റ് കൊടുത്താൽ മതി, വിളിച്ചാൽ മതി എന്ന് പറയാൻ തോന്നും. ഒരു സംവിധാനം മാത്രമല്ല, ഇവിടെ പറയുന്ന പോലെ നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ സിനിമയെങ്കിൽ നന്നായിട്ട് എഴുതാനും സംവിധാനം ചെയ്യാനും അറിയാവുന്നൊരു ചെറുപ്പക്കാരനാണ് ഡിനോ ഡെന്നിസ്. മമ്മൂട്ടി കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്ത്, അതായത് ഞാൻ കൊണ്ടുവന്ന ചെറുപ്പക്കാരാണ് ധൈര്യപൂർവ്വം പറഞ്ഞ മമ്മൂട്ടിക്ക് നമുക്ക് ഒരു കയ്യടി കൊടുക്കാം.